പക്ഷെ എനിക്കിതൊക്കെ പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സഭ വലുതാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറുതായിട്ടിരിക്കാനുള്ളതല്ല സഭ. സഭ വലുതാകും. സഭ സ്പ്ലിറ്റ് ആക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് സ്പ്ലിറ്റ് ആക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവികമായി സ്പ്ലിറ്റ് ആക്കണം. പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആക്കണം. പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കണം. ഇതൊക്കെയാണ് ദൈവികമായ രീതിയിൽ ഇതിനെ മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇത്തരം വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷ പെട്ടെന്ന് നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് പാട്ടുകാര് ഞാൻ ഒരു പാട്ട് കൂടി പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് കടന്നു വന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു പാട്ട് നമ്മൾ പാടും. ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശുശ്രൂഷ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് പെട്ടെന്ന് നമുക്ക് കടക്കാം. ദൈവസന്നിധിയിൽ സ്തോത്രം. താങ്ക് യു ജീസസ്. പാസ്റ്റർ മാത്യുവിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. ഈ ശുശ്രൂഷയുടെ ഈ സഭയെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കേട്ടതും മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളുടെ ശ്രദ്ധ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കരുതുവാനും അത് ഏറ്റെടുക്കുവാനുമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യുന്നതും നമ്മൾ വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ട് സത്യസന്ധമായി തീരുവാനായിട്ട് നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുശേഷം ഒരു പാട്ട് നമ്മൾ പാടും. പാടിയതിനു ശേഷം നമുക്ക് അടുത്ത ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സോ താങ്ക് യു. ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആത്മീയ സത്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരുപാട് കാലങ്ങളുടെ ഒരു പ്രയത്നവും ആലോചനയും ദർശനവും ഒരുപാട് സംഘർഷപരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് ഇങ്ങനെ ഒരു കൂടി വരുവാനൊരു സ്ഥലം അങ്ങ് ഈ ദേശത്തിലെ സഭയ്ക്ക് വേർതിരിച്ച് നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ദാസൻ സംസാരിച്ചപ്പോൾ ഏതൊരു കെട്ടിടവും പണിയുന്നതിന് അടിത്തറകൾ വളരെ നിർണായകമാണ്. ഞങ്ങളുടെ അടിത്തറയിലേക്ക് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യത്തിലും നീതിയിലും ദൈവവചനത്തിന്റെ സത്യങ്ങളിൽ ആഴത്തിൽ കുഴിച്ച് പണിയുന്ന അടിസ്ഥാനങ്ങളാവട്ടെ ഞങ്ങളുടെ അടിസ്ഥാനങ്ങൾ. കർത്താവ്, ആ അടിത്തറകളിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കാതെ, ആ സത്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പണിയപ്പെടുന്ന ഒരു സഭയാക്കി സഭയെ തീർക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ, ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അരുളിച്ചത് എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന കർത്താവെ, അത് ആ നിലയിൽ തന്നെ, ആ സത്യത്തിൽ തന്നെ നിലനിൽക്കപ്പെടുവാൻ അങ്ങ് കരുണ ചെയ്യണമേ. ഇവിടെ കടന്നു വരുന്നവർ ആത്മീയമായി അഭിവൃദ്ധി പ്രാപിക്കുവാൻ, ആത്മീയ പുഷ്ടിയിലേക്ക് നടത്താൻ, സത്യത്തിൽ ഉറച്ച് വളരുവാനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്യോന്യം ശുശ്രൂഷിപ്പാനും സ്നേഹിപ്പാനും വിശ്വാസത്തിൽ കർത്താവെ ദൃഢതയോടെ നിലനിൽക്കുവാനും ഉപദേശത്തിന്റെ ഏത് കാറ്റിനാലും ആടുന്നവരല്ലാതെ ഉറച്ചു നിൽക്കുന്നവരാണ് തീരുവാനങ്ങ് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇതിന്റെ വ്യാപ്തികൾ വർദ്ധിക്കുവാന് കർത്താവിന്റെ നാമത്തിൽ ഇടയാക്കണമേ. ബ്രാഞ്ച് ചർച്ചുകൾ ഉണ്ടാകുവാന്, പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഓരോ വീടുകളും ആരാധനാലയങ്ങളായി തീരണമെന്നുള്ള ദർശനത്തോടുകൂടെ പ്രവർത്തിക്കുവാന് അങ്ങ് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ കൃപ ഞങ്ങളുടെ മേൽ പകർന്നല്ലോ. സാധ്യത ഒരുക്കപ്പെട്ട എല്ലാ സാധ്യതകൾക്കായിട്ടും നന്ദി പറയുന്ന കർത്താവേ. നങ്കൂരമായി നിന്ന ഭവനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ബേസിനായിട്ട്, കുടുംബത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വർഗീസ് അപ്പച്ചൻ ദൈവത്തിന് വിശ്രമിക്കുകയാണെങ്കിലും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്ന കർത്താവേ. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച ഈ ദേശത്ത് പ്രവർത്തനത്തിന് ഒരു നങ്കൂരമായി നിർത്തിയതിനായിട്ട് നന്ദി പറയുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ഇടയായി തീരും. കർത്താവ് ആരംഭിച്ചതാണെങ്കിൽ കർത്താവ് തന്നെ എന്റെ ഫിനിഷറാണ്. കർത്താവ് തന്നെ എന്നെ പൂർത്തീകരിക്കും. ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ അങ്ങനെ കർത്താവ് പൂർത്തീകരണത്തിലേക്ക് വരുത്തി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവ് തന്നെ അനുഗ്രഹിക്കും.
ദൈവനാമം മഹത്വപ്പെടുകട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നതാകട്ടെ. ഇന്ന് വലിയ സന്തോഷമുണ്ട്. അശാരൻ പറഞ്ഞുള്ള 2007 ഞാൻ ഇവിടെ വന്നു തുടങ്ങിയതാണ്. ഇവിടുത്തെ ദൈവമക്കളുമായിട്ടും ഇവിടുത്തെ കുടുംബമായിട്ടും അന്ന് മുതൽ ഇന്ന് വരെ സഹകരിച്ച് പ്രവർത്തിക്കാനും വിവിധമായ കൂട്ടായ്മകളിൽ പങ്കെടുക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത്ര മനോഹരമായ ഹോളുകൾ കണ്ടത് വലിയ സന്തോഷം. ഇങ്ങനെ ഹോൾ പണിയുമ്പോൾ അതിന് പിന്നുണ്ടാകുന്ന അധ്വാനം, ബുദ്ധിമുട്ട്, സാമ്പത്തിക ചെലവ്, ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, പാസാക്കങ്ങൾക്ക് പറഞ്ഞു ലീഗലായിട്ടുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചിട്ടാണ് ഇതൊരു സാക്ഷാത്കാരമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ സന്തോഷം അത് കണ്ടതിൽ. പ്രത്യേകിച്ച് കോടനാട് സഭയിൽ ഞാനുമായിട്ട് വ്യക്തിപരം ബന്ധമുണ്ട്. എൻ്റെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും സഭയ്ക്കപ്പുറമായിട്ട് അവർ സഹകരിക്കുകയും കൂട്ടായ്മ കാണിക്കുകയും ചെയ്യുന്ന സഭയാണിത്. അതുകൊണ്ടാണ് സോ എക്സൈറ്റഡ്. ഒത്തിരി സന്തോഷം. വരും ദിവസം ഈ സഭാഹോളം നിറഞ്ഞ് ആത്മാക്കളെ തന്ന കർത്താവ് സഭ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഈ ഭൂമി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം സാദൃശ്യങ്ങളാണ്. അത് താൽക്കാലികമായിട്ടുള്ളതാണ്. ഇതെല്ലാം തകർന്നു പോകുന്നതെല്ലാം ധൂളിയായി പോകുന്ന വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്നതായ ആലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ 3:16, 6:19 2 വചനങ്ങൾ പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങളെ വിലക്ക് മേടിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, ആയതുകൊണ്ട് നിങ്ങൾ ശരീരമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആലയം സദൃശമാക്കുന്നത് നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന് ആലയത്തെ നാം ആത്മീയ മണ്ഡലത്തിൽ കാണാനായിട്ട് ഇത് നമുക്കൊരു തെളിവാണ്. ഇത് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആ ഒരു തലത്തിലേക്ക് നമുക്ക് കാണാനായിട്ടാണ്. ദൈവാലയത്തിൽ കർത്താനദാസൻ പറഞ്ഞ പോലെ ആത്മീയ ആരാധനയുണ്ട്. മത്തായി 23:27, 28 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, വെള്ളം തേച്ച് ശവക്കല്ലറകളെ എന്ന് ഒരു ഗ്രൂപ്പ് ആളുകളെ കർത്താവ് വിളിക്കുന്നുണ്ട്. അപ്പൊ 2 ഗ്രൂപ്പ് ആളുകളെ നോക്കി യേശു 2 വാക്ക് പറഞ്ഞു. ഒരു കൂട്ടത്തിൽ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. വേറൊരു കൂട്ടത്തിൽ നോക്കി പറഞ്ഞു, നിങ്ങൾ കല്ലറകളാണ്. 2 വാക്ക്, ടെമ്പിൾ ആൻഡ് ടൂംബ്. അപ്പോ മനുഷ്യർക്ക് വേണമെങ്കിൽ ആലയമാകാം, അല്ലെങ്കിൽ കല്ലറയാകാം. അത് മനുഷ്യന്റെ തീരുമാനമാണ്. ഈ ആലയം നമുക്ക് കാണിച്ചു തരുന്നൊരു മാതൃകയുണ്ട്. ഈ ആലയത്തിനകത്ത് ആരാധനയും സ്തുതിയും മഹത്വം എല്ലാം വെളിപ്പെടുന്നത് പോലെ തന്നെയാണ്. നമ്മൾ ദൈവത്തിന് ആലയമാണെങ്കിൽ നമ്മുടെ അകത്തുനിന്ന് പുറത്തു വരേണ്ടത് ആരാധനയും സ്തുതിയും മഹത്വമൊക്കെയാണ്. മറിച്ച് ഒരു കൂട്ടം ആളുകളുണ്ട് കല്ലറയെ യേശു വിളിച്ച ആളുകൾ, ടെമ്പിൾ ആൻഡ് ടൂംബ്. ഈ കല്ലറക്കകത്ത് പണ്ടെങ്ങാനും ജീവിച്ചിരുന്നവരുടെ ധാരാളം ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ആലയത്തിനകത്ത് ജീവിച്ചിരുന്നവരുടെ ഓർമ്മയല്ല, ഇന്നും ജീവിച്ചുകൊണ്ട് ഒരാളെ വിളിക്കുന്നു. അപ്പൊ ഡെഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ നമ്മൾ കല്ലറയ്ക്ക് തുല്യമാണ്. എന്നാൽ ഇപ്പോഴും ജീവിക്കുന്നതാണ് നമ്മുടെ അകത്ത് ഇരിക്കുന്നതെന്ന് നമ്മൾ ദൈവത്തിന്റെ ആലയം. ഒരു ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഓർമ്മകളില്ല, അവിടെ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ദർശനങ്ങളും സ്വപ്നങ്ങളുമാണ് ഉണ്ടാകുന്നത്. നാളെ ഞാൻ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്, നാളെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ദൈവം എന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ചിന്തിക്കുന്ന ദർശനങ്ങളാണ് ദൈവത്തിന് ആലയത്തിനകത്തുള്ളതെങ്കിൽ കല്ലറകൾക്കകത്ത് കേവലം ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ചില ആളുകൾ പറഞ്ഞിട്ടില്ല, ഞാൻ പണ്ടങ്ങനെ അല്ലായിരുന്നു, പണ്ട് ഞാൻ ഭയങ്കര ആരാധനയായിരുന്നു, പണ്ടെന്ന് പറഞ്ഞാൽ 1500 ബൈബിൾ വാക്യം പണ്ട് ധാരാളം പണ്ടത്തെ കഥ പറഞ്ഞു പോകുന്നവർ കണ്ടിട്ടുണ്ട്. ശവക്കലിനൊക്കെ തുല്യമായി പോയി. എന്നാൽ ഞാൻ ഇന്നെന്ത് ചെയ്യുന്നു, ഇന്ന് ദൈവത്തിനോടുള്ള എന്റെ ആർത്തി എത്രമാത്രമുണ്ട്, സുവിശേഷത്തോടുള്ള ത്വര എത്രമാത്രമുണ്ട്, എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം, ദൈവം എന്നെ സ്നേഹിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിനോട് എനിക്കുള്ള സ്നേഹം എത്രമാത്രമുണ്ട്. ടുഡേ വാട്ട് ആം ഐ, ഇന്ന് ഞാൻ എന്താണ്, അത് നമ്മൾ ദൈവത്തിന് ആലയമാക്കുന്നു. ഈ കല്ലറക്കകത്ത് ഒരു പിടി ചാരം മാത്രമുള്ളപ്പോൾ ദൈവത്തിന് ആലയത്തിനകത്ത് അഗ്നിയാണുള്ളത്. അപ്പൊ നമ്മുടെ അകത്ത് വേണ്ടത് ചാരമല്ല, നമ്മുടെ അകത്ത് വേണ്ടത് ജീവൻ കൊടുക്കുന്ന അനാവശ്യമായി ദഹിപ്പിക്കുന്ന ആത്മീയ അഗ്നി നമ്മുടെ അകത്ത് വേണം. എനിക്ക് തന്നെയാണ് ആളുകൾ നോക്കി പറഞ്ഞത്, ചില ആളുകൾ കല്ലറകളാണ്, ചില ആളുകൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന്. നമ്മൾ എന്താണ് ശവക്കലക്കകത്തുനിന്ന് ദുർഗന്ധം ലഭിക്കുന്ന ആ സ്മെല്ല് പുറത്തു വരുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിനകത്തുന്ന അരോമ, സുഗന്ധം കൊണ്ടുവരുന്ന നല്ല നല്ല സ്മെല്ലാണ് പുറത്തു വരുന്നത്. നമ്മുടെ വാക്കുകളിൽ നിന്നും നമ്മുടെ പ്രവർത്തികളിൽ നിന്നും നമ്മുടെ ചേഷ്ടകളിൽ നിന്നും നമ്മുടെ താല്പര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന എഫക്റ്റ് എന്താണോ
അത് നമ്മൾ ആലയമാണോ അല്ലെങ്കിൽ നമ്മളൊരു കല്ലറയാണോ തെളിവാക്കുന്നതാണ്. ഇന്ന് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആലയം അർത്ഥപൂർണമാക്കിയിരുന്നത് ഇവിടെ കൂടുന്ന ആളുകളുടെ പ്രവൃത്തിയാണ്. ഞാൻ ഒരു ചെറിയൊരു കൊട്ടേഷൻ പറഞ്ഞിട്ട്, ലോകമറിയപ്പെടുന്ന ഒരു സിനിമാ താരം ജാക്കി ചാൻ എന്ന് പറയുന്ന മാർഷൽ ആർട്സിനകത്ത് വളരെ യുവാക്കന്മാരുടെ ഇടയിൽ വളരെ ഹരമാണെന്ന് ചെറുപ്പക്കാർ ഒരു നല്ലൊരു സിനിമാ താരമാണ് ജാക്കി ചാൻ. അദ്ദേഹം പറഞ്ഞുകൊണ്ട്, നമ്മുടെ സൗന്ദര്യത്തിന്റെ 90% ഇരിക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തിലാണ്. നമ്മൾ ഇടുന്ന വസ്ത്രമോ, നമ്മൾ വന്ന കാറോ, നമ്മൾ ധരിച്ച ഓർണമെന്റ്സോ, നമ്മുടെ വിദ്യാഭ്യാസമോ, ഇതൊന്നുമല്ല നമ്മുടെ സൗന്ദര്യം. ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ നാം അതിനോട് കാണിക്കുന്ന നമ്മുടെ പെരുമാറ്റ രീതിയാണ് നമ്മുടെ സൗന്ദര്യം അടങ്ങിയിരിക്കുന്നത്. 3 വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ടേ: പ്രോമിസ്, പ്രോസസ് ആൻഡ് പ്രൊവിഷൻ. ദൈവം നമുക്കൊരു വാക്തത്വം തരുന്ന കോടനാട് ദേശത്ത് ദൈവ സഭ തരുമെന്ന്, അല്ലെങ്കിൽ ബിൽഡിംഗ് എന്ന നിലയിൽ കർത്താവിന്റെ സ്ഥാപിതമാക്കുമെന്ന് ദൈവം ഒരു പ്രോമിസ് തരുന്നു. അതിന്റെ പ്രൊവിഷനാണ് ഇതിന് സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ. ആ സാക്ഷാത്കാരത്തിനിടയിലേക്ക് ഒരു പ്രോസസ് ഉണ്ട്. പ്രോമിസ്, പ്രോസസ് ആൻഡ് പ്രൊവിഷൻ. ആ പ്രോസസ് വളരെ കഠിനമാണ്. ഈ ചർച്ച ഇത്രമാത്രം മനോഹരമായിട്ട് ഇത് പണിയപ്പെട്ടിരിക്കുമ്പോൾ ഇതിന്റെ പ്രോസസ്സിലൂടെ കടത്തിവിട്ട വ്യക്തികൾക്ക് അത് എത്രമാത്രം കഠിനമായിരുന്നു, എത്രമാത്രം കാത്തിരിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാം നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ മരുഭൂമി ജീവിത സാഹചര്യത്തിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ മഴയാണ് ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ നാം ആരാധിച്ചുകൊണ്ട് കർത്താവ് ഈ ഒരു പ്രോമിസ് തന്നുകൊണ്ട് അതിൽ പ്രൊവിഷന്റെ കൊണ്ടുള്ള പ്രോസസ് കഠിനമാണെങ്കിലും ഞാനൊരു സന്തോഷത്തോടെ ഞാൻ തന്നെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നു. സ്വന്തം മകനെ യാഗം കഴിക്കാൻ പോകുമ്പോഴും അബ്രഹാം ദൈവത്തിനെ ആരാധിച്ചെന്നാണ് വചനം പറയുന്നുണ്ട്. സർവ്വം നഷ്ടപ്പെട്ടവനായി, ആരോഗ്യം നഷ്ടപ്പെട്ടവനായി ഇരിക്കുമ്പോൾ അവൻ ദൈവത്തിനെ ആരാധിക്കുന്ന വചനം പറയുന്നുണ്ട്. അപ്പോൾ ആരാധന ഒരു സാഹചര്യം തടസ്സമല്ല, എപ്പോഴും നമുക്ക് ദൈവത്തിനെ ആരാധിക്കാം. പ്രിയരെ, ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇന്നലെ കേട്ട വചനം വെച്ച് നാം ഇന്ന് ജീവിക്കാൻ നോക്കരുത്. നാം നശിക്കുന്ന മാത്രം നാം നമ്മുടെ തലമുറകളിൽ നശിപ്പിക്കും, നാം കൂടുന്ന കൂട്ടായ്മകളെ നശിപ്പിക്കും. ഉദാഹരണം എന്താണെന്നറിയാമോ? 3 ദിവസം മുമ്പ് അബ്രഹാമിനോട് ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകനെ എനിക്ക് വേണ്ടി നീ കൊല്ലണം. 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം മാറ്റി പറഞ്ഞു, അവനെ കൊല്ലരുത്. നിങ്ങൾക്കറിയാമല്ലോ 3 ദിവസം അഴിഞ്ഞു വരുന്നതാണെന്ന്. അബ്രഹാം മോറിയദേശത്തിൽ മലയുടെ മേളിച്ചെന്ന് ദൈവം അബ്രഹാമെ നീ ഇവന്റെ മേൽ കൈവയ്ക്കരുത്. ഇല്ല, ഞാൻ 3 ദിവസം മുമ്പ് കേട്ടതേ പ്രവർത്തിക്കത്തുള്ളൂ. 3 ദിവസം മുമ്പ് എന്നോട് ദൈവം പറഞ്ഞു ഇവനെ കൊല്ലണമെന്ന്. ഞാനൊരു കൊന്ന അടങ്ങുന്ന അബ്രഹാം പറഞ്ഞിരുന്നെങ്കിൽ ആ തലമുറ നശിച്ചു പോകുമായിരുന്നു. ഇന്നലെ കേട്ട വചനം വെച്ച് ജീവിക്കരുത്. പണ്ടെങ്ങാൻ ഞാൻ അത് പഠിച്ചിട്ടുണ്ട്, പണ്ടെങ്ങാൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ ഓരോ ദിവസം ദൈവത്തിന് പ്രാർത്ഥിക്കും, ദൈവത്തിനെ ജീവിച്ച മാത്രമേ നാം നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കത്തുള്ളൂ. നാം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ, നമ്മുടെ സഭാകൂട്ടങ്ങൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ കടുതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഇന്നലെ പറഞ്ഞത് ഈ വളരെ സത്യങ്ങളാണ്. ഇത് വെച്ച് ജീവിക്കണമെന്ന് നമ്മൾ ആരെയും വസിക്കണം. തലമുറകളെ ഓർമ്മ വെച്ച് ജീവിക്കരുത്. കർത്താവ് ഇയാളേക്ക് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കൂടുതൽ ദൈവജനത്തെ അനുഗ്രഹിക്കട്ടെ. കഥാദാസ് അരണിയോർ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവദൂരം താൻ തന്റെ ഔദ്യോഗിക ജോലി തിരക്കുകളിൽ വിട്ടിട്ട് ഓടി വീഴുന്ന ഇവിടെ മിനിസ്റ്റർ ചെയ്ത് സഭ ആരംഭിക്കാനും കുറച്ചു കാലം എനിക്ക് കൂടെ വർക്ക് ചെയ്യാനും ഞാൻ മുന്നോട്ട് പോകാൻ സഭയത്ര മനോഹരത്തോട് കാണുന്ന വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ എന്നോട് കാണുന്ന സ്നേഹത്തിനും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിനും എല്ലാത്തിനും വലിയ സന്തോഷം കർത്താവ് ധാരാളം നമ്മൾ അനുഗ്രഹിക്കുന്നതായിട്ട് ലോർഡ് ബ്ലെസ്സസ്. നമുക്കൊരു സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ആലയത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉള്ളം എന്നിലേക്ക് തന്നെ പകരില്ല. അതാണ് ഓരോരുത്തന്മാർ പാടിയത്. നമുക്കിന്ന് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ആരാധനാലയത്തിൽ എയർ കണ്ടീഷനായിട്ടിരുന്ന് എൻ്റെ ചൂടൊന്നും കേൾക്കാതെ ദൈവദാസന്മാരിലൂടെ ആ മൊഴികൾ, തേൻമൊഴികൾ, തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവവചനം കേട്ട് വളരെ ആശ്വാസം പ്രാപിപ്പാൻ ഇടയാക്കിയ നിമിഷങ്ങൾക്കായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ചർച്ചയുമായിട്ട് ഏകദേശം 6 വർഷത്തോളമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കണ്ണൂരിൻ്റെ പ്രദേശത്തായിരുന്നു 10-15 വർഷം. ഞങ്ങളുടെ ആ കൊച്ചു സഭ എന്ന ഈ സഭയോട്, ഈ ഹൈലാൻഡ് ഇമ്മാനുവൽ ചർച്ചിനോട് ചേരാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ സഭ ചേർന്ന രീതി എനിക്കിവിടെ വന്ന്
ഈ സഭയോട് ചേരുവാൻ കഴിഞ്ഞു. അത് പ്രാദേശികമായ കൂട്ടായ്മയിൽ ദൈവവചനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചന സത്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് വളരെ ശക്തമായ ഉപദേശം നൽകുന്ന ഒരു സഭയായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ചില കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് കാണാൻ കഴിഞ്ഞിരുന്നു. അത് ഉണ്ടായവർ അത് പങ്കിടുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അതാകും എന്നുള്ളതായ ശുശ്രൂഷ ലെവലിൽ നമുക്ക് പോകുവാൻ കഴിയും എന്നാണ് എനിക്ക് കൂട്ടായ്മകളുടെ ബന്ധത്തിൽ വന്നപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ബൈബിളില് 3 സ്ഥലത്താണ് ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 11:26 എടുക്കണ്ട. അവിടെ ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾക്ക് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ട്. ആദ്യത്തെ ക്രിസ്ത്യാനി അവിടെയാണ്. അപ്പൊ ആർക്കാണ് ഈ ക്രിസ്ത്യാനി എന്നുള്ള പേര്? ഈ സഭയൊന്നും നോക്കണ്ട, അതിന്റെ ഉപദേശം വേറൊരു സഭയുടെയും അല്ല, വചനോപദേശം. നമ്മൾ ആദ്യം ക്രിസ്തുവിൽ ഒരു ശിഷ്യനായിട്ട്, യേശു നമ്മുടെ ആരാണ്? ഗുരു. നമ്മൾ അവരുടെ പാദപീഠത്തിലിരുന്ന് ദിനം തോറും എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ച് അവന് ശിക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട്. രണ്ടാമത്തെ ക്രിസ്ത്യാനി എന്നുള്ള പദം ബൈബിളിൽ കിടക്കുന്നത് നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അപ്പോസ്തല പ്രവൃത്തി 26-28 അവിടെ അഗ്രിപ്പ രാജാവിനോട് ജയിലിൽ കിടക്കുന്ന പൗലോസിനെ കാണാൻ രാജാവ് വന്നപ്പോൾ കയ്യില് ഇങ്ങനെ ആമമേറ്റ് കിടക്കുന്ന പൗലോസ് രാജാവിനോട് പറയുകയാണ്, നീ എന്നെ അല്പം കൊണ്ടും അധികം കൊണ്ടും സമ്മതിപ്പിക്കുന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറയുന്നത്. എന്താ പറഞ്ഞെന്ന് അറിയുന്നു? നീ ഒരു ക്രിസ്ത്യാനിയായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ജയിലിൽ കിടക്കുന്ന ഒരു പുള്ളി പറയോ? സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പൗലോസ് പറഞ്ഞു, അവന്റെ ഉള്ളിലുള്ള ഒരു ആത്മഭാരം മറ്റൊരാളെ കൂടെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം. മൂന്നാമത്തെ വാക്ക് കിടക്കുന്നത് പത്രോസ് ലേഖനത്തിലാണ്. 1 പത്രോസ് 4:16 ക്രിസ്ത്യാനിയായി തീർന്നിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നിങ്ങൾ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്. ഇത് ഏത് സഭയിൽ ചെയ്യാൻ കഴിയുമോ ആ സഭ നല്ല കൂട്ടായ്മ. അതിന് സഭയുടെ പേരൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവിന്റെ ശിഷ്യനായി നമ്മൾ തീരുന്നു. അപ്പൊ പറഞ്ഞതെല്ലാം അനുസരിച്ച് വെക്കും. അത് കഴിഞ്ഞ് മറ്റൊരാളെ കൂടെ ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം, ആത്മഭാരം. മൂന്നാമത് ക്രിസ്തീയ മാർഗത്തിലൂടെ പോകുമ്പോൾ കർത്താവിന്റെ ദാസൻ മുന്നമേ മുഖവരെ ലോപിച്ച പോലെ ഏത് ജീവിതത്തെയും കഷ്ടമാണ് കഷ്ടം, നഷ്ടമാണ് നഷ്ടം, എല്ലാം സഹിച്ച് ഇത് ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ കഴിയുന്നവന് മാത്രമേ ക്രിസ്ത്യാനിയായിട്ട് ദൈവത്തിന്റെ പിന്നിൽ, കർത്താവിന്റെ പിന്നിൽ ദൈവരാജ്യത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയുള്ളൂ. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി ഇതാ രക്ഷാനായകനായി മുമ്പിൽ പോയിരിക്കുന്നു. അവന്റെ പിന്നാലെ പോകുവാൻ നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ സഭ പറഞ്ഞ് അതിൽ പറഞ്ഞ് ഇരിക്കാതെ ഈ സത്യവചനത്തെ പിൻപറ്റി ജീവിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊരു വാക്ക് ഞാൻ അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വരാൻ വിടുകയാണ്. ഈ കൂട്ടായ്മയുമായി കഴിഞ്ഞ 6 വർഷം ബന്ധപ്പെട്ട് എനിക്ക് ആത്മീയ പ്രചോദനം നൽകുവാൻ പ്രത്യേകിച്ച് പാസ്റ്റർമാരായ ബേസില് വർഗീച്ചവരൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കൂട്ടായ പ്രവർത്തനത്തിൽ സഹകരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുന്നേക്കാളും എനിക്ക് ഈ പ്രായത്തിൽ കർത്താവിന്റെ വേല ഫ്രീഡമായി ചെയ്യാൻ കഴിയുന്നു ഒരു നല്ല കൂട്ടായ്മയിലേക്ക് വരാൻ കഴിയും. എല്ലാവരെയും അങ്ങനെ നിലനിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം വരുന്നു. ദൈവത്തിന് മഹത്വം. ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ കൂട്ടായ്മയിൽ എൻ്റെ പാസ്റ്റർ അരുൺ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ വണ്ടിയുടെ പുറകിൽ കയറിക്കോളാൻ പറയുമായിരുന്നു. എങ്ങോട്ട് പോകാമെന്ന് അറിയാതെ എത്തിപ്പെട്ടത് മനോഹരമായ ഒരു സ്ഥലം. എനിക്കിതുപോലെ, ഇതിപ്പോ ഗ്രാമമൊന്നും പറയാൻ പറ്റില്ല, ഗ്രാമങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. എനിക്കിവിടെയുള്ള ജനതയെ വളരെയധികം എൻ്റെ ഹൃദയത്തിന് വളരെ ഡിയറാണ്. പാസ്റ്റർ അരുണിന്റെ വണ്ടിയുടെ പുറകിലിരുന്ന് OM വർക്ക് ചെയ്യുന്ന സമയത്തും പല സമയങ്ങളിലായിട്ട് ഇവിടെ കടന്നു വരാനും ഇവിടെയുള്ള ദൈവജനത്തോടൊപ്പം കൂട്ടായ്മ ആചരിക്കാനും കഴിഞ്ഞത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഓർമ്മയിൽ ആദ്യം വരുന്നത് ദൈവജനത്തിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന അപ്പച്ചന്റെ ആ ഒരു തീഷ്ണമായ സംസാരമാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത്. കർത്താവിന്റെ വേലയെക്കുറിച്ചുള്ള ആ ഒരു ആത്മീയ ദർശനം, ആ നടത്തിപ്പിന് കീഴ്പ്പെട്ട് ഈ ദേശത്തൊരു സഭ
രൂപപ്പെട്ടത് ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നുപോയെങ്കിലും ഇത് സാക്ഷാത്കരിക്കപ്പെടാൻ സർവശക്തനായ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് മഹത്വം കരുതുന്നു. പഴയ ഇത് വളരെ മനോഹരമായ, ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതൊക്കെ അമേരിക്കയിലൊക്കെ ഒരു സഭയിലേക്ക് കയറി ചെല്ലുന്ന പോലെ ഉണ്ടെന്ന്. ഇന്ന് UK-യിലും അമേരിക്കയിലും ഒക്കെ ഉള്ള പല ചർച്ചകളും പഴയ അത്രയൊന്നും പുതുമയൊന്നുമില്ല. അവിടെ നമുക്ക് ചിന്തിക്കപ്പെടാണ്. പക്ഷെ ഇത് അതിനും വളരെ ഫ്രഷായി. മേ ബി ഈ ഇങ്ങോട്ട് കിഴക്കോട്ട് കൊറിയയിലും സിംഗപ്പൂരും ഒക്കെയുള്ള ചർച്ചകളിലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രതീതി പോലെ എനിക്ക് തോന്നിയത്. വളരെ മനോഹരമായിരിക്കും. പ്രധാനദാസൻ പാസ്റ്റർ ജാക്സൺ ഓർപ്പിച്ചതുപോലെ ഒരുപാട് അധ്വാനങ്ങളുടെ അനന്തരഫലം തന്നെയാണ്. ബിഗ് സല്യൂട്ട് ടു പാസ്റ്റർ ബേസിൽ ആൻഡ് വളരെ ആങ്കറായിട്ട് നിന്ന പാസ്റ്റർ വർഗീസിന്റെ കുടുംബം. എല്ലാ സഭാവിശ്വാസികളുടെയും കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഇത് സാധ്യമാക്കി തീർന്നത്. ഇതൊരു ഡെഡിക്കേഷൻ സെറമണിയാണല്ലോ. പഴയ നിയമത്തിന്റെ ഒരു ആലയം എന്ന ഒരു കാഴ്ചപ്പാടിലല്ല പുതിയ നിയമത്തിന്റെ ആലയത്തെ കാണുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ആലയം നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമ്മൾ കേട്ടു, ദൈവജനം പറയുന്നു. അപ്പൊ ദൈവ സാന്നിധ്യം വഹിക്കുന്ന ആലയം നമ്മളാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടി വരാനുള്ള ഒരു സ്ഥലം, അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഒരുക്കപ്പെട്ടതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് പറഞ്ഞ വാക്കിങ്ങനെയാണ്, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം വേർതിരിച്ച് നൽകപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സത്യദൈവത്തിലേക്ക് ആളുകൾ കടന്നു വരാനും ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുമുള്ള ഒരു ഇടമായിട്ട് ഇത് പ്രാഥമികമായിട്ട് തീരുന്നു. ഇവിടെ വരുന്ന പാപികൾക്ക്, ഈ ദേശത്ത് ദൈവത്തെ അറിയാത്ത അജ്ഞരായവർക്ക് ആത്മീയ പ്രകാശം പകരുന്നതിന് മുഖാന്തരമായ ഒരു സ്ഥലമായിരുന്നു. മാനസാന്തരത്തിലേക്കും സത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന, നിത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കപ്പെടുന്ന ഒരു സ്ഥലം, ദുഃഖിതർക്ക് ആശ്വാസമായിരിക്കുന്ന ഒരു സ്ഥലം, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരല്ല ഇവിടെ വരുന്നത്, പക്ഷെ തികഞ്ഞവനാക്കി രൂപപ്പെടുത്തി എടുക്കുവാനുള്ള ഒരു സ്ഥലം, സത്യത്തിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന, പരിശോധനയിലൂടെയും പരീക്ഷകളിലൂടെയും കടന്നു പോകുന്ന ജനതയ്ക്ക് അവർക്കൊരു ബലമായിരിക്കണം. അവരെ കുറ്റം വിധിച്ച് മാറ്റി വിധിച്ചെഴുതി തള്ളുന്നവരല്ല. അങ്ങനെ സ്നേഹത്തിലും വിശ്വാസത്തിലും ദൃഢതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമായി തീരണം. അപ്പൊ വിവിധമായ വിശുദ്ധമായ ഉപയോഗങ്ങളാണ് ഈ സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ആ വിധത്തിൽ എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഈ സ്ഥലം ഉപയോഗപ്പെടട്ടെ എന്ന ഒരു പ്രാർത്ഥനയും ആ ഒരു ഡെഡിക്കേഷൻ ആവട്ടെ എന്ന് ദൈവമുമ്പിൽ നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഇവിടെ കടന്ന് വരുന്നവർ അനുഗ്രഹിക്കപ്പെടണം, ഇവിടുന്ന് പോകുന്നവർ അനുഗ്രഹിക്കപ്പെടണം. 2 ദിവസം വേർതിരിച്ച് ഉപവസിക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലം ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഇടമാണെന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേർതിരിച്ചൊന്ന് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അതിനവർ പൂർണ്ണ ഒത്താശ കൈവരിപ്പെടും. അപ്പൊ ആത്മീയമായിട്ട് ശക്തി പ്രാപിക്കുന്നതിന്, ആത്മീയ ദർശനം പ്രാപിക്കുന്നതിനൊക്കെ മുഖാന്തരമായ ഒരു വിശുദ്ധ സ്ഥലമായി തീരുകയാണ്. ആ വിധത്തിൽ ഈ സ്ഥലം തീരട്ടെ. ദൈവത്തിന്റെ മാപ്പിൽ, ഗൂഗിൾ മാപ്പിൽ ആനാട്ടിച്ചറയുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ഒരു മാപ്പിൽ ഈ ഒരു സ്ഥലം ഒരു നിർണായകമായ മാപ്പിംഗ് ദൈവം നടത്തി. ആ പർപ്പസിനായിട്ട് ദൈവം ഭൂമിയിൽ ചെയ്യുന്ന, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യം ഇതാണ്. ഈ ദേശത്ത് ഈ സഭ മാത്രമല്ല, ഹൈലാൻഡ് ചർച്ച് ഒരിക്കലും പറഞ്ഞത് നമ്മൾ ഇവിടെ വന്നെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിക്കൂ എന്ന് നമ്മൾ പറയാറില്ല. ഈ ദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരോടൊപ്പം നമ്മളും തഴച്ചു വളരുന്ന ഒരു കൂട്ടായ്മയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ തിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കണം. നമുക്ക് ആരെങ്കിലും മറ്റ് ദേവദാസന്മാർ ആർക്കെങ്കിലും മുന്നോട്ട് കടന്നു വന്ന് നമുക്ക് ആ ഒരു എൻകറേജിങ് ആയിട്ടുള്ള വേർഡ് തരുവാനുണ്ട് എങ്കിൽ ജോൺ, ജോൺ, മേ ബി അതിനുശേഷവും എനിക്ക് സമയം ഉണ്ട്. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ തീർക്കും. ഇപ്പോൾ 12:15 എൻ്റെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള സമയം.
നമ്മളൊരു 12:45 തീർക്കണം എന്നുള്ളതാണ് പാസ്റ്റർ ബേസിൽ എനിക്ക് തന്നതായിട്ടുള്ള ഒരു ഇത്. അതിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാം. അതിനുശേഷം നമുക്ക് ഫുഡുണ്ട്. എങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഒരു ആശംസ, സഹോദരിമാർക്ക് 100% സഹോദരിമാർക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു വന്ന് നിങ്ങൾക്കൊരു ആശംസയുടെ ഒരു വാക്ക് പറയാനും, നിങ്ങൾക്ക് എൻകറേജ് ചെയ്യാനോ, ഇവിടെ കൂട്ടായ്മയെ എൻകറേജ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്കും അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങളും മനസ്സിൽ അത് ഓർത്തിരിക്കുക. ഞാൻ ഈ തരുണത്തിൽ തീർച്ചയായിട്ടും മണിയിൽ നിന്ന് വന്ന്, നിങ്ങൾക്ക് പലർക്കും പരിചയമില്ലാത്തവരായിരിക്കും, മണിയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ നാരായൺ ബ്രദറുണ്ട്, രാജൻ ബ്രദറുണ്ട്. അവര് പിന്നീട് ചിലപ്പം ഒരല്പ സമയം ആശംസയായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. പ്രിപ്പയർ ചെയ്യാം. ഞാൻ അവരെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവിടെ സൺഡേയിൽ നിന്ന് പോകേണ്ടതാണ്. അവരാരാധിക്കുന്നത് ടാർപോളിൽ വലിച്ചു കെട്ടി, അവരുടെ വീടിന്റെ മുന്നിൽ വലിച്ചു കെട്ടി 2 കുറ്റി അടിച്ച് അങ്ങനെയാണ് അവരാരാധിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് സൺഡേയിൽ പോയിട്ട് അത് കാണാൻ പറ്റും. അവരുടെ തീക്ഷ്ണത വളരെ വലുതാണ്. ഞാൻ ഏത് സമയത്ത് ചെല്ലുമ്പോഴും എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. ഫാനൊന്നും വെച്ചാലൊന്നും ഒരു കാര്യം. ഈ കഴിഞ്ഞ ഇപ്പോഴൊക്കെ ഒരാൾക്ക് കൂടുണ്ട്, മേ ബി 2 ദിവസം മുമ്പ് മഴ പെയ്തുകൊണ്ടായിരിക്കും. പക്ഷെ ഈ കഴിഞ്ഞ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ സമയങ്ങളിൽ ഞാൻ ഇടയ്ക്ക് അവിടെ കടന്നു അവിടെ ചെല്ലുമ്പോൾ ഈ 10 മണി മുതൽ ഉള്ള ഈ ആരാധന, 12 മണി 12 ആകുമ്പോഴത്തേക്ക് തീരുന്ന ആ ഒരു ആരാധന 2.5 മണിക്കൂർ, എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും തലയിൽ മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തീരുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ചൂട് സഹിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. നമ്മള് സഭയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്രയും ഒരു കൺവീനിയൻസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ സഹോദരന്മാര്, നമുക്കറിയാവുന്ന സഹോദരന്മാർ, എനിക്കറിയാം നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള പല പ്രദേശങ്ങളിലും ട്രൈബൽ ഏരിയകളിലും ഒക്കെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, വളരെ പാവപ്പെട്ട, വളരെ താഴ്ന്ന നിലയിൽ ആരാധിക്കുകയും ബുദ്ധിമുട്ടുന്നവരും ഒക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടിരിക്കുന്ന ഈ ഒരു മണിയുടെ ചേർച്ചനെ നമ്മൾ ഓർക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വരട്ടെ എന്നുള്ള ആ സന്തോഷം അവർക്കുണ്ട്. ആരവിടെ ചെന്നാലും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും അവരെ എൻകറേജ് ചെയ്യാനും ഒക്കെ അവര് വളരെ തുല്യമായിട്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഓർക്കണം, പ്രാർത്ഥിക്കണം എന്ന് ഈ ഒരു സമയത്ത് ഞാനൊന്ന് പറയുകയാണ്. പാസ്റ്റർ ജോൺ ആണ് ആ ശുശ്രൂഷയെ ഏകോപിപ്പിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം അദ്ദേഹം അഞ്ചൽപ്പെട്ടി പ്രവർത്തനടുത്തുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് മൂവ് ചെയ്തപ്പോൾ ആ ശുശ്രൂഷ ഏറ്റെടുക്കാനായിട്ട് 2 ബ്രദേഴ്സ്, രാജൻ ബ്രദറും അത് ഏറ്റെടുത്തു. ഞങ്ങള് 2 പേര് ചെന്ന് അവരെ അനുകൂലിച്ച് ആ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ അത് ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ആ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും പാസ്റ്റർ ജേക്കബും ഇങ്ങനെയുള്ളവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹം ഹൃദയശസ്ത്രക്രിയയും ഒക്കെ കഴിഞ്ഞ് യാത്ര ഇല്ല. അല്ലെങ്കിൽ ഞാൻ പല സമയത്തും അദ്ദേഹത്തോടൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് പോയി ശുശ്രൂഷ ചെയ്യുക ഇതൊക്കെ ഞാൻ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പാസ്റ്റർ ജാക്സണോ അല്ലെങ്കിൽ പാസ്റ്റർ ജാക്സന്റെ ചർച്ചിലുള്ള ഇങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ഔട്ട്റീച്ച് പ്ലേസ്, ഔട്ട്റീച്ചുകൾക്ക് ഉള്ള അവസരങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അത് ഞാൻ വീണ്ടും നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സഭയിൽ കടന്നു വരുന്ന ദൈവദാസന്മാർ, മക്കള്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്കില്ലുകളുണ്ട്, അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഈ കഴിവുകള് നിങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പാസ്റ്റേഴ്സ്, നമ്മൾ ഗ്രൂപ്പായിട്ട് നമുക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾ ഓർത്തോണം. ആരെങ്കിലുമൊക്കെ വില്ലിങ് ആണെങ്കിൽ ഇപ്പറഞ്ഞ സ്ഥലങ്ങളിൽ പോകാനും ശുശ്രൂഷ ചെയ്യാനും അവരോടൊപ്പം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ താമസിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അങ്ങനെ ശുശ്രൂഷയെ കൈത്താങ്ങാക്കി, ശുശ്രൂഷ മറ്റുള്ളവർക്ക് അവരെ ആ ശുശ്രൂഷയിൽ കൈത്താങ്ങായി അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടത്. നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങൾ, ഇതെല്ലാം ദൈവം നമുക്ക് തരുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ അവസരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. പാസ്റ്റർ മാത്യു പറഞ്ഞതുപോലെ ഈ ഒരു ഹാള് മാത്രമല്ല ഈ ബിൽഡിങ്ങിനോട്
ചേർന്ന് നിൽക്കുന്നത്. ഇതിനൊരു ബേസ് ഉണ്ട്, ഇതിന്റെ അണ്ടർഗ്രൗണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും 2 ദിവസം, 1 ദിവസം, ഒരാഴ്ച, 15 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ വന്ന് താമസിക്കാനുള്ള സൗകര്യം പാസ്റ്റർ ബേസിൽ ഒരുക്കി തരും. കോടനാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു ബേർഡൻ വന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമ്പർ എടുക്കുക, വിളിക്കുക. പാസ്റ്റർ ബേസിൽ ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് വെള്ളം മാത്രം തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് മാത്രം ഒന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തരുമായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ താഴെ വന്നിട്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്, മുട്ടുമടക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ചെയ്യാം. അല്ലേ പാസ്റ്റർ ബേസിൽ? ഞാനിത് പാസ്റ്റർ ബേസിനോട് ചോദിക്കാതെ പറയുക, കാരണം എനിക്കറിയാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. നിങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾക്കൊന്ന് വന്ന് താമസിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോരെ. നിങ്ങൾ പോകുന്ന ഇവിടെ മറ്റുള്ളവർക്ക് ആർക്കും ശല്യം ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും അല്പസമയം സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട്. അഭയാരണ്യം ഇവിടെ അടുത്തുണ്ട്. ആനയെ കാണാത്തവർക്ക് ആനയെ കാണാനുള്ള അവസരങ്ങളുണ്ട്. പാനീയിൽ എന്ന് പറയുന്ന നല്ല സൂപ്പർ സ്ഥലം ഇവിടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ഒരു തോർത്തും ഒരു ടൗണും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ആ വെള്ളത്തിൽ കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണിത്. അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് 84-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രായമുള്ളവർക്ക് ഇരിക്കാം, ഒരു പ്രശ്നവുമില്ല. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ആ സങ്കീർത്തനം ഞാൻ എടുക്കുകയാണ്. 84-ാമത്തെ സങ്കീർത്തനം. പ്രൈസ് ഗോഡ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. നിങ്ങൾക്ക് ബാക്കി ചൊല്ലാം. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. ഹല്ലേലൂയ. നമ്മൾ വായിച്ചതായിട്ടുള്ള ഈ സങ്കീർത്തനത്തിലൂടെ ദൈവത്തിന്റെ മഹത്വകരമായിട്ടുള്ള, ദൈവം ആരാണ് എന്ന് തിരിച്ചറിഞ്ഞതായിട്ടുള്ള ഒരു ഭക്തന്റെ ഒരു ചിന്തയാണ് നമ്മൾ കണ്ടത്. ഒരു ആലയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേട്ടു. പുതിയ നിയമകാലത്ത് ഈ ആലയം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, വേറിട്ടിരിക്കുവാൻ, ദൈവസന്നിധിയിൽ ഒരല്പസമയം ശാന്തമായിട്ട് ഇരിക്കുവാൻ, ഒരുമിച്ച് കൂടി വന്ന് ദൈവജനങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, പുകഴ്ത്തുവാൻ, ഉയർത്തുവാൻ, ദൈവ വേലയ്ക്കായിട്ട് കടന്നു വന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് വേലയ്ക്കായി കടന്നു പോകുവാൻ, ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമേ ഈ ആലയത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. സത്യത്തിൽ ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം,
ദൈവം ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിച്ചത്. ഏദൻ തോട്ടം ദൈവം ഉണ്ടാക്കി. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏദൻ തോട്ടത്തിന്റെ ഉള്ളിൽ ആദാമിനെയും അവ്വയെയും സൃഷ്ടിച്ചതിന് ശേഷം നമുക്കറിയാം ദൈവം ഏത് സമയത്തും ഈ മനുഷ്യരുടെ, ഈ ആദാമിന്റെയും അവ്വയുടെയും അടുത്ത് വന്ന് അവരെങ്ങനെ ആയിരിക്കുന്നു, അവരെന്തിൽ ജീവിക്കുന്നു, സന്തോഷമാണോ, ഇങ്ങനെ താല്പര്യം കാണിച്ച് ദൈവം അവരോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ താല്പര്യത്തോടു കൂടി നിന്ന ഒരാളെയായിട്ടാണ് നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രിൻസിപ്പിളിലും തത്വത്തിലും ഇതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നത് ഇതേ ദൈവത്തെ തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഏതൊരു തോട്ടത്തിൽ ആദമിന്റെയും അവ്വയുടെയും അടുത്തു വന്ന് സ്നേഹാന്വേഷണവും കുശലാന്വേഷണവും ഒക്കെ ചെയ്തതായിട്ടുള്ള അതേ ദൈവത്തിന്റെ ക്വാളിറ്റി, ഓരോ രീതിയിലും മാറ്റം വരാത്ത ക്വാളിറ്റി തന്നെയാണ് ഇന്ന് നമ്മളെ മധ്യത്തിൽ ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പിന്നീട് നമുക്കറിയാം, പാപത്തിന്റെ ആ ഒരു മലിനതയിലൂടെ അവർ കടന്നു പോയപ്പോഴേ ദൈവം ചെയ്ത ഒരു കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന്റെ ജനമായി തെരഞ്ഞെടുത്ത് അവരെ മാറ്റി നിർത്തി. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഞാൻ അവരുടെ നടുവിൽ നടക്കുവാൻ അല്ലെങ്കിൽ വസിപ്പാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കട്ടെ എന്ന് മോശയോട് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. ഒരുപാട് ചരിത്രമാണ് അതിന്റെ പിന്നിലുള്ളത്. ഏദൻ തോട്ടം തുടക്കം, അതിനുശേഷം ദൈവം സൃഷ്ടിച്ച ദൈവമക്കളും തമ്മിലുള്ള ബന്ധം, പാപത്തിന്റെ മലിനത, ഇതെല്ലാം കടന്നു വന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ചരിത്രത്തിന്റെ ഒരു ഏഴിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കനാൻ ദേശം എന്ന് ദൈവം സങ്കല്പിച്ചതും അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ദൈവം നിവർത്തിച്ചതും അല്ലെങ്കിൽ ദൈവം നിർണയിച്ചതും ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഈ വിളിച്ചു ചേർക്കപ്പെട്ട കൂട്ടത്തെ നയിക്കുന്ന ഒരു ദൈവം നമ്മൾ ചരിത്രത്തിന്റെ ഒരു ഭാഗത്തിൽ കാണുകയാണ്. പ്രശ്നങ്ങളും ദൈവത്തോട് അകലുന്ന സ്വഭാവവും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള വ്യഗ്രതയും കാണിക്കുന്ന ഒരു ജനതയെയാണ് നമ്മൾ ഈ ബൈബിളിന്റെ ചരിത്രത്തിൽ ആദ്യ ഭാഗങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അതാണ്. അവിടെ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ ഒരു വിശുദ്ധ മന്ദിരം നീ ഉണ്ടാക്കണം. നമുക്കറിയാം, ഈ സമാഗമന കൂടാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. നമുക്കറിയാം, അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബൈബിൾ നോക്കിയാൽ നമുക്കറിയാം, സൃഷ്ടിയെ കുറിച്ച് ആകെ 2 അധ്യായങ്ങൾ പറയുമ്പോൾ ഈ സമാഗമന കൂടാരം എന്ന് പറയുന്ന ആ ഒരു വസ്തുതയെ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഒരു വസ്തുതയെ കുറിച്ച് വ്യക്തമാക്കി കൊടുക്കുവാൻ, മനുഷ്യന് മനസ്സിലാക്കുവാനും മനുഷ്യന് അറിയുവാനും ഒക്കെ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണത്. അത് ദൈവത്തിന് അറിയാം. ഏതാണ്ട് 15ഓളം അധ്യായമാണ് എടുത്തത് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടും അതിന്റെ നടുവിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമുക്കറിയാം. ഒരുപാട് 33, 34 അധ്യായങ്ങളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നതും ദൈവത്തെ അത്യധികം വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അതൊക്കെ നമുക്കറിയാം. അപ്പൊ ദൈവം കൊടുക്കുന്ന പ്രാധാന്യം, അതൊരു ജാക്സൺ ആണ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഒരു സാദൃശ്യത്തിലേക്ക് ഭൂമിയിൽ എന്തുണ്ടായി അല്ലെങ്കിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു സാദൃശ്യമാക്കി ദൈവം മാറ്റുമ്പോഴും പുതിയ നിയമ ചരിത്രത്തിലേക്ക് ഇങ്ങനെ നടന്നടുത്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യജാതിയിലേക്ക് ഈ സാദൃശ്യത്തെ എല്ലാം വ്യക്തമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സമാഗമന കൂടാരം തന്നെയും ഒരു സാദൃശ്യമാക്കി ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് വിശുദ്ധി, എന്താണ് ദൈവവുമായിട്ട് ചേരുന്നത്, എങ്ങനെയാണ് ദൈവം നീതി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ദൈവത്തോട് അടുക്കേണ്ടത്, എന്താണ് മനുഷ്യന്റെ ലിമിറ്റേഷൻസ്, എന്താണ്, ഇതെല്ലാം നമുക്ക് ഈ സമാഗമന കൂടാരം എന്ന് പറയുന്ന ആ ഒരൊറ്റ വസ്തുതയിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതൊന്നും വിശദീകരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ സമയമില്ല. എബ്രായർ 9:9 അത് വളരെ വ്യക്തമാക്കുന്ന ഒരു വാക്യമുണ്ട്. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. ഒരൊറ്റ വാക്യത്തിൽ അതവിടെ ഒതുക്കി അപ്പോസ്തലനായ പൗലോസ്. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അപ്പൊ നമുക്കതവിടെ നിൽക്കട്ടെ. അങ്ങനെ ദൈവം ഓരോ കാലഘട്ടത്തിലും മനുഷ്യന്റെ ആവശ്യകതയ്ക്കനുസരിച്ച്, ആത്മീകമായ മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയതനുസരിച്ച് ഓരോ വസ്തുതകളും ദൈവം ഡിസൈൻ ചെയ്ത ഒരു പ്രോസസ്സ് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് കഴിയും. ബൈബിൾ ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊരു ചരിത്ര പുസ്തകം എന്നതിനേക്കാളും മനുഷ്യന്റെ ആത്മീയമായ തേജസ്സിനെയും മനുഷ്യനാക്കി മാറ്റുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു ദൈവത്തെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് സത്യത്തിൽ ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ബൈബിളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവെഴുത്തില് ഏതാണ്ട് 7 ദേവാലയങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സമാഗമന കൂടാരമാണ് തുടക്കം. അതിനുശേഷം ശലോമോന്റെ ദേവാലയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദാവീദ് ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ ദൈവം പറഞ്ഞു, നീ അല്ല, നിന്റെ പുത്രനായിരിക്കും ഈ ദേവാലയം പണിയുന്നത് എന്ന് വളരെ വ്യക്തമാക്കി പോയി. ദാവീദ് അത് അനുസരിച്ചു. അതിനുള്ള കാര്യങ്ങളെയെല്ലാം ക്രമീകരിച്ചു കൊടുത്തു. ശലോമോൻ അത് ചെയ്യുവാനായിട്ട് അവസരം ലഭിച്ചു. ശലോമോൻ അത് ചെയ്തു. തുടർന്നും ചരിത്രം മുന്നോട്ട് പോവുകയാണ്. മനുഷ്യന് ഒരു രീതിയിലും തൃപ്തരല്ല. മനുഷ്യന് ഒരു രീതിയിലും ദൈവത്തിന്റെ പദ്ധതിക്ക് കീഴിൽ നിൽക്കുവാൻ, ഇൻക്ലൂസീവായിട്ട് നിൽക്കുവാൻ മനുഷ്യർക്ക് ആർക്കും താല്പര്യമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ചരിത്രം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രവാചകന്മാരുണ്ടായി. പ്രവാചക ശ്രേഷ്ഠന്മാരിലൂടെ ദൈവം അതാത് കാലങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന മനുഷ്യർക്ക് വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ച്, ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്, രൂപാന്തരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പല പ്രശ്നങ്ങളുണ്ടായി. പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു ജനങ്ങൾ. ആ സമയത്ത് സെരുബാബേലിന്റെ ദേവാലയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. പിന്നീട് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നു. ഹെരോദാവിന്റെ ദേവാലയത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോഴത്തേക്കും ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട്, ഒരു ചിന്തയാണ് കർത്താവായിട്ട് യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത്. അത് ദേവദാസന്മാര് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സമാഗമന കൂടാരത്തിൽ കണ്ട വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും അത് തമ്മിൽ വേർതിരിക്കുന്ന വേർപാടും ഒക്കെ നമ്മൾ കണ്ടു. അതിനെയെല്ലാം പൊട്ടിച്ച് എറിഞ്ഞു ദൈവവുമായിട്ട് മനുഷ്യന് ബന്ധപ്പെടാൻ കഴിയും എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിന്ത, അത് വളരെ എക്സ്പ്ലോസീവായിട്ട്, എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് പക്ഷെ സിമ്പിളായിട്ടുള്ള ചിന്തയായിരുന്നില്ല. മനുഷ്യർക്ക് ഒരിക്കലും ദഹിക്കാൻ കഴിയുന്ന ഒരു ചിന്തയായിരുന്നില്ല. അതിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ പ്രയാസപ്പെട്ട ക്രിസ്തുയേശുവിനെ നമുക്ക് 1-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ പ്രയാസപ്പെട്ടു. അദ്ദേഹം പല ആവർത്തി പറഞ്ഞു, ഈ ശരീരം തകർക്കപ്പെടും, ഇത് പക്ഷെ പണിയപ്പെടും. ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങള് എന്നിൽ വിശ്വസിച്ച് എന്നിൽ മുന്നോട്ട് പോകുമ്പോൾ എന്നിൽ പണിയപ്പെടുന്ന ഒരു സഭ, ഒരു കൂട്ടായ്മ ഉണ്ടാകും. ആ കൂട്ടായ്മ ഒരു കാരണവശാലും ആർക്കും തകർക്കുവാൻ കഴിയാത്ത രീതിയിലുള്ളതായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ
അത് വളരെ വലുതായിരിക്കും. നിങ്ങൾ ഇവിടെ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നിങ്ങൾ ഇവിടെ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇത്തരത്തിലുള്ള വളരെ ശക്തമായ പ്രമേയങ്ങള് കർത്താവ് യേശുക്രിസ്തുവിലൂടെ മനുഷ്യജാതിയിലേക്ക്, ശിഷ്യഗണത്തിലേക്ക് കർത്താവിന് കൊടുക്കാനായിട്ട് കഴിയും. കാണുന്ന ഒരു എസൻസ് എന്ന് പറയുന്നത് ഈ ബ്രിക്കോ, സിമന്റുകളോ, മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളോ, ഈ കൂടാരമോ ഇതൊന്നുമല്ല ഒരു ആലയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവ് പറഞ്ഞു, എന്നെ വിശ്വസിച്ച് എന്നിൽ പണിയപ്പെടുന്നു, ഞാൻ പാറയായി, ഞാൻ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു സഭ, ഒരു ആലയം, ഞാൻ ഉള്ളിൽ വസിക്കുന്ന ഒരു ആലയം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആലയം എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്നു, ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നു. നമുക്കറിയാം 1 തിമോത്തി 3:16 യേശു അതിന്റെ മൂലക്കല്ലായിട്ട് നിൽക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അതിന്റെ അടിസ്ഥാനങ്ങളായിട്ട് നിൽക്കുന്നു. അങ്ങനെ പണിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ പണിയപ്പെടുന്ന ഒരു മനുഷ്യ സമൂഹം. എഫേസ്യർ 2:20 നമ്മൾ വായിക്കുന്നത്, ശാശ്വത പാറയായിട്ടുള്ള ക്രിസ്തുവിൽ പണിയപ്പെടുന്നതായിട്ടുള്ള ഒരു ആലയം, പാതാള ഗോപുരങ്ങളൊന്നും ജയിക്കുവാൻ കഴിയാതെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ആലയം. 2 3 പേർ കൂടുന്നിടത്ത് എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വളരെ വ്യക്തമാക്കി കൊടുത്തതായിട്ടുള്ള ക്രിസ്തു യേശുവിന്റെ ആശയം ഏറ്റെടുത്തതായിട്ടുള്ള ഒരു സമൂഹം നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ആലയം. യശയ്യാവിന്റെ പുസ്തകം 66 നമ്മൾ കടക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, തകർന്ന ഹൃദയങ്ങളെയും ബുദ്ധിമുട്ടുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും കാക്കുകയും അവരെ സന്ദർശിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവ് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പ്രയാസങ്ങളും തകർച്ചയും മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, ഒരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ വണ്ണം പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇടം അത് ദൈവാലയമായി മാറിയ സ്തോത്രം. ആലോചിച്ച് നോക്കിയേ, കർത്താവ് എപ്രകാരത്തിലായിരിക്കും നമ്മളെ പണിയുന്നത്. സ്തോത്രം. ഈ ഒരു പ്രദേശം, ഈ ഒരു ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണമാണ് കർത്താവ് ഈ ആലയത്തെ നമ്മുടെ മുൻപിൽ തന്നത്. ഇതൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഇവിടെ കൊണ്ടുവരട്ടെ. ഇവിടെ കടന്നു വരുന്നവര് അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടെ നിന്ന് കടന്നു പോകുന്നവര് അനുഗ്രഹിക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും കർത്താവ് ആ ഒരു അത്ഭുതമായിരിക്കും ഈ ദേശത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. 1 കൊരിന്ത്യർ 3:16 6:19 നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ കുറിച്ചാണ്. യേശുക്രിസ്തുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവം വസിക്കുന്ന മന്ദിരമായിട്ട് തീരുന്ന ഒരവസ്ഥയിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഒരു ആലയമായിട്ട് നമ്മുടെ ശരീരത്തെ ദൈവം കാണുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങള് ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ എത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കും, ഒരു വ്യക്തതയായിരിക്കും, ഒരു ശ്രേഷ്ഠതയായിരിക്കും
ഒരു മഹത്വമായിരിക്കും മറ്റുള്ളവർക്ക് നമ്മളിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. നിസ്സാരമായിട്ട് നമ്മൾ അതിനെ കാണരുത്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഈ കർത്താവിനെ ഏറ്റെടുത്ത് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എഴുതി ചേർത്ത് ആ ദൈവത്തിന്റെ സ്നേഹമാണ്, ക്രിസ്തുവിന്റെ ആ സ്നേഹമാണ് എന്നെ വിളിച്ചു ചേർന്നിരിക്കുന്നത്. ഈ സ്നേഹത്തിൽ നിന്നൊന്നും എന്നെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഒരു തീരുമാനമെടുത്ത് ഈ സഭയിലേക്ക് കടന്നു വരുന്ന ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു ദാസി ആലോചിച്ച് നോക്കി, ഈ സമൂഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ സമൂഹം എത്രമാത്രം ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധമായി തീരും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവായിട്ടുള്ള യേശു ക്രിസ്തുവിലൂടെ അവൻ ജീവനദിയായിട്ട് ഒഴുകുന്ന ഒരവസ്ഥയിലേക്ക് അവൻ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്ഥാപിതമായാൽ ആ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ പ്രാപിച്ചെടുത്തതായിട്ടുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും ഐക്യവും ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊരു ജീവനദിയായിട്ട് ഒഴുകുമെങ്കിൽ ഇവിടെ കൂടി വരുന്ന ഓരോ വ്യക്തികളും ആ ഒഴുക്കിന് യാതൊരു തടസ്സവുമില്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ ആ ഒഴുക്ക് എത്രമാത്രം വലുതായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹല്ലേലൂയ. ആ ഒഴുക്കിനെ തടസ്സം വെക്കുവാനായിട്ട് ഒന്നിനും കഴിയില്ല. ആ ഒഴുക്ക് കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് കടന്നു വന്നാൽ അവർക്ക് അതിനെ ടേസ്റ്റ് ചെയ്യുവാൻ, അതിൽ നീന്തുവാൻ, അതിൽ സമാധാനം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ നാലിച്ച് നോക്കിയേ എന്തൊരു മാറ്റമായിരിക്കും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ച ഈ വലിയ ദൗത്യം വളരെ വലുതായതുകൊണ്ട് നമുക്കതിനെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏറ്റെടുക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. തത്സമയത്തെ കൃപയ്ക്കായി കൃപാസനത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് മുട്ടുമടക്കി കർത്താവേ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും മുഖം മറച്ച് കളയുന്ന ഒരു ദൈവമല്ല, ഒരു കർത്താവല്ല നമ്മുടേതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾക്ക് ആ കർത്താവിന്റെ അടുത്തേക്ക് അടുത്തിയേക്കാം. സ്തോത്രം. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന്റെ സകല പാപവശങ്ങളെയും അശുദ്ധിയുടെ പാതകളെയും മാറ്റിക്കളഞ്ഞ് ആ കർത്താവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കർത്താവേ എന്നെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പറയുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതകരമായിട്ട് ഉപയോഗിക്കും. നമുക്കറിയാം, ഇതിനോടനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 2 ദിനവൃത്താന്തം അതിന്റെ 26-ാമത് അധ്യായം അതിന്റെ 20 മുതൽ തുടങ്ങിയ വാക്യങ്ങള് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സന്ദർഭമുണ്ട്. അനധികൃതമായിട്ട് ആലയത്തിൽ പ്രവേശിച്ചതായിട്ടുള്ള ഉസ്തിയാവിന് സംഭവിച്ചതായിട്ടുള്ള കാര്യം നമുക്കറിയാം. കുഷ്ഠം വന്ന് അവനെ പുറത്താക്കേണ്ടുന്ന ഒരവസ്ഥ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമുക്കറിയാം. അവന്റെ മകന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവന്റെ തലമുറകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അനധികൃതമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു കാര്യവും നടക്കുവാൻ തക്കവണ്ണം, ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കഴിയാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്താണ് ആലയത്തോട് അനുബന്ധമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? സങ്കീർത്തനം 5-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വളരെ ഭക്തിയോടുകൂടി, വളരെ കൃപയോടുകൂടി ഈ ആലയത്തിൽ പ്രവേശിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കരണീയമായ കാര്യം, ദൈവം ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം. 36-ാമത്തെ സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മൾ പുഷ്ടി അനുഭവിക്കുന്നവരായിരിക്കുക. ആലയത്തിൽ അതിനുള്ള പുഷ്ടിയുണ്ട്. ആലയത്തിൽ ദാരിദ്ര്യമുണ്ടെങ്കിലും സമാധാനത്തിലൂടെ നമ്മൾക്ക് പുഷ്ടി പ്രാപിക്കുവാനുള്ള വക ആലയത്തിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. 48-ാമത്തെ സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന്റെ ദയയെ കുറിച്ച് ഏത് സമയത്തും ചിന്തിക്കുന്നവരായിരിക്കണം ഈ ഡോറ് തുറന്ന് ഇങ്ങോട്ട് കയറുന്നവര്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദയ
എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ മഹത്വകരമായിട്ടുള്ള ദൈവം അവന്റെ പർപ്പസ്, അവന്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുവോ അതിന് അവന്റെ ദയാണ് എന്ന് നമ്മൾ കരുതി അവനെ പുകഴ്ത്തുന്നവരായി നമ്മൾ തീരുക. സങ്കീർത്തനം 100:4 നമ്മൾ വായിക്കുന്നത് അവനെ ഏത് സമയത്തും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവര് ആയിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ദൈവം നമ്മളോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മലാക്കിയുടെ ലേഖനത്തില്, മലാക്കിയുടെ പുസ്തകത്തില് ഇതിന്റെ 3-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ദശാംശം മുഴുവനും ഈ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരിക. സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ വിശ്വസ്തത അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് പലരും ചിന്തിക്കാറുണ്ട്. എന്താണ് ഈ വിശ്വസ്തതയെ കുറിച്ച് വളരെ ആഴത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം. ഈ ഭാഗം മലാക്കിയുടെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ അവിടെ പണമല്ല വിഷയം, അവിടെ ഒരു ദശാംശം കൊടുക്കുന്നതല്ല അവിടുത്തെ വിഷയം. വിഷയം ഫെയ്ത്ത്ഫുൾനെസ് ആണ്, വിശ്വസ്തതയാണ്. ഈ അധ്യായം മുഴുവൻ നമ്മൾ കാണുന്നത് 2-ാമത് അധ്യായത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വിശ്വസ്തതയെ കുറിച്ച് പറയുന്നു. 3-ാമത് അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ വിശ്വസ്തത മറ്റൊരു ഡയമെൻഷനിലേക്ക് തിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ്. എന്താണ് ആ വിശ്വസ്തത? ദൈവത്തോട് കൂറ് പുലർത്തുന്ന, ദൈവത്തോട് സദാസമയവും ഏതൊരു വിഷയത്തിലും നമ്മൾ താഴ്ന്ന നിലയിൽ ആയിപ്പോയാൽ പോലും, രോഗത്തിന്റെ കിടക്കയിലായാൽ പോലും, പ്രയാസം നേരിടുന്ന അവസ്ഥയിലായപ്പോഴും ദൈവത്തോട് വിശ്വസ്തയോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദശാംശം അവിടെ കടന്നു വന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളത് ശ്രദ്ധിച്ചോണം. നമ്മുടെ വിശ്വസ്തതയ്ക്ക് എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ളതിനെ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ആ ദശാംശം എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ വിശ്വസ്തത എപ്രകാരത്തിലുള്ളതാണ് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആലയത്തിലേക്ക് കടക്കുമ്പോഴേ നമ്മുടെ വിശ്വസ്തത, നമ്മൾ ദൈവത്തോട് ഏറ്റവും വിശ്വസ്തനായിരിക്കും. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഒരു വിശ്വാസിയോട് വിശ്വസ്തനായിരിക്കും. നമ്മുടെ ഇന്റഗ്രിറ്റി, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ, ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കും. നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നടപ്പിന് പ്രാധാന്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഓപ്പൺനെസ്, നമ്മുടെ ട്രാൻസ്പാരൻസി, നമ്മുടെ തുറന്ന ചിന്താഗതികൾക്ക് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ ആലയം അതിനു വേണ്ടി, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി, നമ്മുടെ വിശ്വസ്തതയ്ക്ക് ഏറ്റവും വലിയ തോതിൽ വില കൊടുക്കുന്ന വ്യക്തികളായി തീരുവാൻ വേണ്ടി ഈ ആലയത്തെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മൾ വളരെ ഭക്തിയോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പാസ്റ്റർ ബേസിലിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഈ ആലയത്തെ സമർപ്പിക്കുന്ന അവസാന 2 ഭാഗം കൂടി വായിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് നമുക്ക് ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദേവദാസന്മാരെല്ലാവരും എനിക്ക് തോന്നുന്നു എന്നോട് കൂടെ സ്റ്റേജിലേക്ക് മുന്നോട്ട് കടന്നു വന്നാട്ടെ. എല്ലാ ദേവദാസന്മാരും സ്റ്റേജിലേക്ക് മുന്നോട്ട് കടന്നു വന്നാട്ടെ. എല്ലാ ദൈവമക്കളും വളരെ ഭക്തിയോടുകൂടി കണ്ണുകളെ അടച്ച്, പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു ഭാഗമാണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. 2 ദിനവൃത്താന്തം 6-ാമത് അധ്യായം അതിന്റെ 18 മുതൽ 27 വരെയുള്ള വാക്യം ഇപ്പോൾ പാസ്റ്റർ ബേസിൽ വായിക്കുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിൽ പോലും 2 ദിനവൃത്താന്തം അതിന്റെ 6-ാമത് അധ്യായം അതിന്റെ 18 അധ്യായം അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. നമുക്ക് വായിക്കാം. സോ താങ്ക് യു. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോട് കൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങിയിരുന്നോ? പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് ഈ ആലയത്തിന്റെ പേരിൽ രാവും പകലും തിരുക്കൻ പാത്രമാറാകണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കുവാനിരിക്കുന്ന അടിയന്റെയും ജനമായ ഇസ്രായേലിന്റെയും യാചനകളെ കേൾക്കണമേ.
നിന്റെ വാസലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് രക്ഷിക്കണമേ. ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കുറിച്ച് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യസത്യത്തിനെ ഗ്രഹിക്കുകയും അവൻ ഈ ആലയത്തിൽ ഇതിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ ഈ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് നിഷ്ഠിത നടപ്പ് അവരുടെ തന്നെ ബീജത്തിന് വരുത്തി പ്രതികാരം ചെയ്യുവാൻ ഇത് മാറി ഒത്തവിധം അവന് നൽകി നീതീകരിക്കുവാൻ നിങ്ങൾക്ക് ന്യായം പാലിച്ചു. ജനമായി ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുന്ന നിമിത്തം അവർ ശത്രുവിനോട് തോച്ചിട്ട് തിരിഞ്ഞു നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ ഈ സ്വർഗത്തിൽ നിന്ന് കേട്ട് ജനമായി ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് ഈ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൂടെ ദേശത്തേക്ക് അവരെ തിരിച്ചു വരട്ടെ. അവർ നിന്നോട് പാപം ചെയ്യുകൊണ്ട് ആകാശമടഞ്ഞ് മഴ വ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ നാമം സ്വീകരിക്കുകയും ഇവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരുകയും ചെയ്താൽ ഈ സ്വർഗത്തിൽ നിന്ന് കേട്ട് ദിനദാസന്മാരുടെയും ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ട നല്ല വഴി അവർ ഉപേക്ഷിക്കുകയും ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണം. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെങ്കതിർ വിഷമങ്ങൾ വെട്ടിക്കണി പുളരനിവിയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളിലുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തിനെങ്കിലും ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും പല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തരും താന്താന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് യാലയത്തിലേക്ക് തിരിഞ്ഞ് കൈവലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസ്തവമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടത് ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്റെ വഴികൾ നടക്കുവാതെ നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെ ഒക്കെയും നൽകുകയും ചെയ്യണം. നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. ഒരു ദിനമായി ഇസ്രായേലിൽ ഉള്ളവരല്ലാതെ അന്യജാതിക്കാര് നിന്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈയും നീട്ടിരിക്കുന്ന പുച്ഛം ഹേതുവായി ദൂരദേശത്തു നിന്ന് വന്നാൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും നിശ്ചയം ഇതിന്റെ വാസലമായ സ്വർഗ്ഗത്തിൽ കേട്ട് ഭൂമിയിലെ സകല ജാതികളും ജനജനമായ ഇസ്രായേൽ എന്ന പോലെ ജനനാമത്തെ അറിഞ്ഞ് എന്നെ ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നത് അറിയുകയും ചെയ്യേണ്ടതിന് അനുജാതിക്കാരൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും ചെയ്തു കൊടുക്കുന്നത്. ഇതിന്റെ ദിനമായ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്ക് ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചന കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യരില്ലോ നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ദേശത്തേക്ക് ബദരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്ന് പ്രവാസദേശത്ത് വെച്ച് തങ്ങൾ പാപം ചെയ്തത് അകർത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു നിങ്ങളോട് യാചിക്കുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയ പ്രവാസദേശത്ത് നിന്ന് അവർ കൂടെ ഹൃദയത്തോടും കൂടെ മനസ്സോടും കൂടെ നിന്നിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിലേക്ക് ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇതിന്റെ വാസലമായ സ്വർഗ്ഗത്തിൽ അവിടെ പ്രാർത്ഥനയും യാതൊരു കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്തതിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ഇപ്പോഴും എന്റെ ദൈവമേ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്ന് നിന്റെ ചെവി ശ്രദ്ധിച്ചു പിരിക്കണമേ. ആകിയാൽ യഹോവയായ ദൈവമേ നീയും നിന്റെ ബലത്തിന്റെ കണ്ടവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. യഹോവയായ ദൈവമേ നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവയായ ദൈവമേ നിന്റെ അഭിഷേകത്തിന്റെ മുഖം ത്യജിച്ചു കളയരുത്. ദാസനായ ദാവീദിന്റെ കൃപകളെ ഓർക്കണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. 40ാമത്തെ വാക്യം, ഇപ്പോഴും എന്റെ ദൈവമേ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ. ആകയാൽ യഹോവയായ ദൈവമേ നീയും നിന്റെ ബലത്തിന്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. യഹോവയായ ദൈവമേ നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവയായ ദൈവമേ നിന്റെ അഭിഷിക്തന്റെ മുഖം ത്യജിച്ചു കളയരുതേ. നിന്റെ ദാസനായിട്ടുള്ള ദാവീദിനോടുള്ള കൃപകളെ ഓർക്കണമേ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഖനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു.
യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെ കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാട്ടെ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവദാസന്മാര് ഇന്ന് ഈ പകൽക്കാലം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഈ ആലയത്തില് ദൈവത്തിന്റെ സന്നിധിയില് കർത്താവെ ആയിരിക്കുന്ന സമയങ്ങളില് ഓരോ നിമിഷവും ദൈവത്തിന്റെ അപ്രമേയമായ സാന്നിധ്യം കൊണ്ട് നിറച്ച്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറച്ച്, ഹല്ലേലൂയ, ഈ ആലയത്തിൽ കടന്നു വരുന്നവരെയും ഈ ആലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും സ്തോത്രം, ഹല്ലേലൂയ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തന്നെയുമല്ല, ഈ ദേശത്തിന് ഹല്ലേലൂയ വരുത്തുന്ന യാതൊരു വിധത്തിലുള്ള ഹാനികളും വരാതെ വണ്ണം ദൈവത്തിന്റെ കരുതലും കൃപയും ഈ ദേശത്തോട് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കഴിക്കുന്ന ഓരോ പ്രാർത്ഥനകളും അനേകരെ ഹല്ലേലൂയ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരണമേ എന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങള് കർത്താവെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം കർത്താവെ, നീ ചെയ്യുന്ന സകല ഉപകാരങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവെ, ഇവിടെ കർത്താവെ കടന്നു വന്ന് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം അനേകർക്ക് കഴിയേണ്ടതിനായിട്ട് ഞങ്ങൾ കർത്താവെ ഈ പ്രദേശത്തെയും ഈ ആലയത്തെയും കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പിതാവേ, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. ശലോമോന്റെ കാലഘട്ടത്തില് ദൈവത്താൽ ആ ശലോമോൻ അത് പണിത് കഴിഞ്ഞപ്പോൾ, അവിടെ പണിത് കഴിഞ്ഞതായി ആലയത്തിന്റെ ഉള്ളിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം അവിടെ കണ്ടതുപോലെ, ഹല്ലേലൂയ, ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹല്ലേലൂയ വസിക്കുന്ന കർത്താവിന്റെ ആ ശക്തമായ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നിറയപ്പെടുവാൻ തക്കവണ്ണം വലിയ ഒരു റിവൈവല്, ഒരു വലിയ ഒരു മാറ്റം ഈ ദേശത്ത് കടന്നു വരുവാൻ തക്കവണ്ണം അനേകം മദ്യപാന്മാർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, കർത്താവേ, അനേകം മാനസിക രോഗികൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം, അനേകം ഭൂതബാധിതർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ ഈ ദേശത്തെ ഇടവരുത്തണമേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സാക്ഷ്യമുള്ള ജനതയെ അങ്ങ് ഉയർത്തിയാട്ടെ, സാക്ഷ്യമുള്ള കുടുംബങ്ങളെ അങ്ങ് ഉയർത്തിയാട്ടെ. കർത്താവേ, ഈ ദേശത്തെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ ആലയത്തെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ്വജനങ്ങളും ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ വലിയ ദയ ഈ ദേശത്ത് കടന്നു വരുവാൻ തക്കവണ്ണം, ഈ ദേശത്ത് വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടവരേണ്ടതിന് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. വേറെ ആർക്കെങ്കിലും ഈ സമയത്ത് പ്രാർത്ഥിക്കുവാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ. പാസ്റ്റർ വർഗീസിനെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥിച്ചാണ്. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പൊ നാളുകളായി ഞങ്ങൾ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അവിടെ അത്ഭുതം പ്രവർത്തിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ അങ്ങേറ്റം നല്ലവരെന്ന് പാടുവാനല്ലാതെ, അങ്ങേറ്റം വിശ്വസ്തമെന്ന് പറയുവാനല്ലാതെ ഞങ്ങളാൽ ഒന്നും സാധ്യമല്ല കർത്താവേ. ഇതെല്ലാം അങ്ങേ സാധ്യമായതാണ്. ഞങ്ങളേക്ക് നന്ദി പറയുന്നത് കർത്താവേ. എല്ലാം നന്മകൾക്കുമായി ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ നന്ദി. അങ്ങനെ കണക്കിലൊക്കെ അത്ഭുതമായി നന്ദി കർത്താവേ. പുതുപുലത്തിലും താഴെ പോകാതെ, തകർന്നു പോകാതെ, കൊണ്ടുപോകാതെ എന്റെ താങ്ങി നടത്തിയ ഞങ്ങൾക്ക് നന്ദി പറയുന്നതാണ്. ഈ സമയത്താവേ, ഇപ്പോഴാണ് മനോഹരമായ ഈ ഒരു ആനയും ഈ ഒരു ഭോജനത്തിന് വേണ്ടി അത് തമിഴ്നാട് നന്ദി പറയുന്നവർക്കാവേ. ദൈവത്തിന്റെ ബഹുമതികളായി ഞങ്ങൾ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവർക്കാവേ. ഇത് അങ്ങനെ നാമബഹുമതികളാക്കി അങ്ങനെ തീർക്കണമേ. ഈ ദേശങ്ങളുടെ നാമം ഒഴിയുവാ ഇത് ഓർത്തുകളാക്കി തീർക്കണം. ഇവിടെ കണ്ടുകൊണ്ട്
ചർച്ചിൽ നിന്നുള്ള നാരായൺ ബ്രദറോ രാജൻ ബ്രദറോ മുന്നോട്ട് കടന്നു പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. താങ്ക് യു ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ ഹാലേലൂയ. ഈ മക്കളോടും കൂടെ കർത്താവെ ഒരു പകർപ്പായ കൂടി കർത്താവെ ഹാലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം കർത്താവെ അറിയാൻ കൃപ തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ ദേശത്ത് കർത്താവെ മാനിക്കാൻ തക്കവണ്ണം കർത്താവെ അന്ന് ആശ്രയിക്കുന്ന ഏത് കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ മാനിക്കുമെന്ന് ഞങ്ങൾ കർത്താവെ ഹാലേലൂയ. ഈ പ്രവൃത്തി കൊണ്ട് കർത്താവെ കാണുവാനും അറിയാനും കർത്താവ് വിശ്വസിക്കാനിടയായ കർത്താവെ ഹാലേലൂയ. അതിനെ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ ലോകം മാനിക്കാൻ തക്കവണ്ണം കർത്താവെ ഉയർത്തുവാനായ സർവശക്തനായ ദൈവം കർത്താവെ ഒരു കാലത്ത് കർത്താവെ അടിയും കർത്താവെ ഹാലേലൂയ കാലം ലോകത്തായിരുന്നു. എന്നാൽ സുബോധം വന്ന് കർത്താവെ ഹാലി അവിടെ ഉയർത്തക്കവണ്ണം കർത്താവ് സഹായിച്ച് കർത്താവെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവ് ദേശത്ത് കർത്താവെ ഹാലി ഒരു പ്രാവശ്യം കൂടി കർത്താവെ ഞായറാട്ടിന്റെ ഭാഗത്ത് വന്ന് കർത്താവെ ദൈവത്തെ ആരാധിക്കാൻ കർത്താവെ ഹാലി ഉയർത്തപ്പെടുവാനും കർത്താവെ അറിയുന്ന കൃപയോട് നന്ദി പറയുന്ന കർത്താവെ ഹാലി ദേശവാസികൾ കർത്താവെ ബന്ധുക്കാർ ശാസ്ത്രക്കാരെല്ലാം കർത്താവെ ഹാലി ദൈവത്തെ ആരാധിച്ച് കർത്താവെ നിത്യവാദിക്കാൻ തക്കവണ്ണം എല്ലാ പ്രമേയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിനുവേണ്ടി കർത്താവെ ആഗ്രഹിച്ച ഈ ആലയത്തിന്റെ കർത്താവെ പുനരുദ്ധാരണത്തിന് വേണ്ടി കർത്താവ് ആഗ്രഹിച്ച എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും ദൈവദാസന്മാരെയും കർത്താവെ അവിടെ മാനിച്ചതിന് ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ ദൈവത്തിന്റെ കൃപ കർത്താവെ ഈ ദേശത്ത് കർത്താവെ ഹാലെ നേതൃത്വം തക്കൊണ്ട് ഇടയാകാൻ പ്രാർത്ഥിക്കുന്നു. അനേകം കർത്താവെ കടന്നു വന്ന് കർത്താവെ ദൈവനാമം കർത്താവെ മഹത്വപ്പെടുവാനും കർത്താവെ ദൈവത്തിന്റെ പുനരുദ്ധാരണ ശക്തി കർത്താവെ ഹാലിയ തിരിച്ചറിയാൻ ഇടയാകത്തെയും പറയുന്ന കർത്താവെ ഹാലിയ പ്രാർത്ഥന കേട്ടിയ സ്വന്തം യേശു കർത്താവ് നന്മയുടെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് നമ്മൾ പാസ്റ്റർ ബേസിലെയും സിസ്റ്റർ ജെസ്സിയും മുന്നോട്ട് ക്ഷണിക്കാൻ ഒരു കുടുംബമായിട്ട് കടന്നു വന്ന് ഒരു മുട്ടൂത്തി നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ അനുഗ്രഹിച്ച് നമുക്ക് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. ദൈവസന്നിധിയിൽ ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. അതുപോലെ പാട്ടുകാര് മുന്നോട്ട് ഒന്ന് കടന്നു വന്നാട്ടെ. നമ്മൾ പറഞ്ഞ പോലെ ദൈവം നല്ലവൻ എന്ന് പറഞ്ഞ ആ പാട്ട് കൂടി നമുക്ക് പാടി അവസാനിപ്പിക്കാം. ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാനുള്ള അവസരം കൂടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ വീട്ടുമടക്കാട്ടെ. നമ്മൾ എല്ലാ ദൈവദാസന്മാരും ഒരുമിച്ച് കടന്നു വന്ന് ഇവരുടെ മേൽ കരം വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് നിങ്ങളെല്ലാവരും സ്തോത്രം. സ്തോത്രം കർത്താവേ. കർത്താവേ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഈ സമയത്ത് ഞങ്ങൾ ദൈവദാസന്മാര് കർത്താവേ ഈ ആലയ പ്രതിഷ്ഠ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചു. ഈ ആലയത്തെ സകല മഹത്വം അങ്ങാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള കർത്താവേ നിന്റെ ദാസൻ ദാസി കുടുംബം കർത്താവെ ഞങ്ങൾ ഏൽപ്പിക്കുക. കർത്താവെ അങ്ങയുടെ കരം ഈ ദാസനോടും ദാസിയോടും ഒരുമിച്ച് കർത്താവെ അങ്ങ് പറയുന്നതായിട്ടും അങ്ങ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെ അങ്ങയുടെ വാക്യങ്ങളെ അങ്ങയുടെ വചനങ്ങളെ ശ്രവിച്ച് കർത്താവെ അത് കേട്ട് ഉത്തരം കൊടുത്ത് കർത്താവെ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യത്തിൽ തന്നെ പ്രവർത്തനം നടത്തുവാൻ തക്കവണ്ണം ഉപയോഗിക്കണമെന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഇവരുടെ മധ്യത്തിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ വലിയ ഉത്തരങ്ങളിലേക്ക് കടന്നു പോകുവാൻ അനേക തലമുറകളെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം അനേകരെ ഈ ദേശത്ത് നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തണമെന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇവരുടെ തലമുറകളെയും അനുഗ്രഹിച്ചാണ് ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഹല്ലേലൂയ നിൽക്കുന്ന സകല ദൈവദാസന്മാരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഹല്ലേലൂയ ഈ ദാസനും ദാസിക്കും എല്ലാ സംരംഭങ്ങളുമായിട്ട് എല്ലാ വ്യക്തികളുമായിട്ട് കൂട്ടിച്ചേർന്ന് വലിയ ഒരു ടീം വർക്കോട് കൂടി ഇവിടെ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉള്ളത്തിൽ ക്രിസ്തു റൂട്ടഡായി തീരുവാൻ തക്കവണ്ണം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നീ ഈ ദാസിദാസനെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഞങ്ങൾക്ക് സമർപ്പിക്കട്ടെ കർത്താവേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർമാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം സമയം കണ്ടെത്തി ഈ രീതിയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുകയാണ്. സ്തോത്രം ചെയ്യുകയാണ്. പക്ഷെ ബേസിൽ നന്ദി പറയാനുണ്ട്. മുന്നോട്ട് കടന്നു വന്ന ഒരു വാക്കിൽ നന്ദി പറഞ്ഞതിന് ശേഷം ഞാൻ
എനിക്ക് തോന്നുന്നു ആശീർവാദവും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം ഒരു 15 മിനിറ്റ് കൂടി വൈകിട്ടുണ്ട്. സോറി. ഹല്ലേലൂയ. എല്ലാവരും എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. യഹോവയാൽ സംഭവിച്ചു, കർത്താവാണ് ചെയ്തത് കേട്ടോ. ഒരിക്കലും ഒരു മാനുഷികമായി പ്രവർത്തിക്കുന്ന പുറകിലില്ല. അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്, പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. കർത്താവ് കൂലി കണക്കിടുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ്, വ്യത്യാസം ഉണ്ടാകത്തില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചവർക്ക് ഇവിടെ വന്ന് പണിതർക്ക് എല്ലാവർക്കും ഒരേപോലെ കൂലി കർത്താവ് നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പല സമയങ്ങളിലായി, പല ഘട്ടങ്ങളിലായി ഈ കെട്ടിടം പണിയിൽ സഹകരിച്ച പണിത ആളുകളുണ്ട്. അവരുടെ അധ്വാനം വിയർപ്പൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കൂടെ നന്ദിയെ പണ്ട് ഇവിടെ ഉണ്ട്, ചിലരെ കൂടെ ഉണ്ട്. അവരുടെ നന്ദിയെ ഇന്ന് പുറക്കാലം അറിയിക്കുകയാണ്. അതുപോലെ ഈ ദേശത്തെ നാട്ടുകാർ വളരെ ആത്മാർത്ഥമായി എന്നോട് സഹകരിച്ചു. എന്ത് കാര്യത്തിനും കൂടി വരാനും സഹകരിക്കാനും ഉണ്ടായിരുന്നു. അവരോട് നന്ദി അറിയിക്കട്ടെ. പിന്നെ ദേവദാസന്മാരുടെ പ്രാർത്ഥന ഒരിക്കലും വിസ്മരിക്കാൻ കഴിയത്തില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എമ്പാടുമുള്ള പല സഭകളിലുള്ള അനേക ആളുകൾ ഈ ആലയത്തെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. കാരണം കഴിഞ്ഞ കാലം നമുക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കേരളത്തിലെമ്പാടും നമ്മൾ ഈ വിഷയങ്ങളെ അറിയിച്ചു. അപ്പോൾ അവരെല്ലാം കൂടെ നിന്നു പ്രാർത്ഥിച്ചു. പിന്നെ ഈ പണി തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ. അവരെല്ലാം ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, ഒരുപാട് ആളുകൾ. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാതെ TPM സഭകളിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തി. ദൈവത്തിന്റെ അത്ഭുതകരമായ കരങ്ങളോട് കൂടെയിരുന്നു. നമുക്കിത് പണിയാനായിട്ട് കർത്താവ് സഹായിച്ചു. നിങ്ങളാരും ചിന്തിച്ചു പോകരുത്, ഇത്രയും വലിയ പണം ഇവിടെ മുടക്കിയത് കൊണ്ട് വലിയൊരു ദൈവരാജ്യത്തിന് വലിയ ഗുണമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ പാടില്ല ഒരിക്കലും. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ വലിയ കെട്ടിടത്തേക്കാളൊക്കെ വലുതായിട്ട് നമ്മുടെ മന്ദിരത്തിൽ കേട്ടതുപോലെ നാം എന്ന ആലയം വളരെ ശക്തമായി തീരുവാൻ ഇടയാകട്ടെ. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ വലിയ കെട്ടിടം എന്നോട് ഒട്ടും തന്നെ താല്പര്യമുള്ള അല്ല ഞാൻ. പക്ഷെങ്കിലും ഇതൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത് പുറകിൽ ഇറങ്ങി തിരിച്ചത് അല്ലേ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ, ഒരുപാട് സഭകളിൽ കടന്നു പോകുമ്പോൾ അവിടേക്ക് ആളുകൾ ഇരുന്ന് സ്വന്തം കെട്ടിടത്തിൽ ഇരുന്ന് ആരാധിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരാഗ്രഹം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആലയം വേണമെന്ന് ഒന്നിന്റെ തോന്നൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ പുറകിൽ ഇറങ്ങി തിരിച്ച്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ പണം മുടക്കുന്നതിനുള്ള ഒട്ടും താല്പര്യമുള്ള ആളല്ല. ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയിൽ തന്നെ ഒരു ഇഞ്ച് ഭൂമി ഞങ്ങൾ വാങ്ങത്തില്ല, ഒരു അസറ്റ് വാങ്ങത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും ഇത് കർത്താവ് നടത്തി ഇതായിട്ട് സ്വന്തം ചെയ്യുകയാണ്. ഇനി അനേക സഭകൾ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അനാദി നമുക്ക് ഇനി ഇവിടെ വലിയ കാര്യമായി കാഴ്ച കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? പണം മുഴുവൻ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുവാൻ, വ്യാപ്തിക്ക് വിനിയോഗിക്കുവാൻ ഇടയാകട്ടെ. വേണ്ടി കൊണ്ടാട് സഭയെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കടന്നു വന്ന നമ്മുടെ അയൽക്കത്ത് കുടുംബങ്ങളിൽ, അതുപോലെ ദേശത്ത് വന്ന ആളുകൾ, പണിത ആളുകൾ, മറ്റു സഭയിൽ വന്ന എല്ലാവരും അവർക്ക് സ്തോത്രം ചെയ്യും. എല്ലാവർക്കും നന്ദി വെച്ച് വാഗ്ദാനം അറിയിക്കുകയും ചെയ്യുകയാണ്. അത് നിങ്ങളെ ധാരാളമായി സ്വീകരിച്ചു മാറുന്നത്. നമ്മള് ഇന്ന് കടന്നു വന്ന എല്ലാ ട്രസ്റ്റി ഉണ്ട് നമ്മുടെ മധ്യത്തില്. ചക്കവങ്കിള് വളരെ പ്രായമുള്ള ഒരാളാണ്, എന്നാലും അദ്ദേഹത്തിന് കടന്നു വരാനായിട്ട് കഴിഞ്ഞു. ചക്കവങ്കിളും ഒരു മേരിയാൻറ്റിയും രണ്ടുപേരും കടന്നു വരാനായിട്ട് കഴിഞ്ഞു. സജീവ് ബ്രദർ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ എബ്രഹാം ബ്രദർ നമ്മുടെ മിനിസ്ട്രിയിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി, ജാഗ്രതയോടുകൂടി അദ്ദേഹം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ദാസനാണ്. അതുപോലെ പാസ്റ്റർ ജാക്സൺ ഉണ്ട് നമ്മുടെ മധ്യത്തിൽ. പാസ്റ്റർ ജോൺ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുപോലെ മറ്റുള്ള ഇവിടെ കോടനാടുള്ള പാസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ മണിയിൽ നിന്നുള്ള പാസ്റ്റേഴ്സ് ഉണ്ട്. കടന്നു വരാൻ കഴിയാത്തവർ പലരും ഉണ്ട്. പാസ്റ്റർ മാത്യു നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാ വിധത്തിലുള്ള നന്ദിയും ഈ സമയത്ത് ബേസിലിന് വേണ്ടിയിട്ട് ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും. അതുപോലെ സഭയിൽ നിന്ന് കടന്നു വന്നായിട്ടുള്ള ഫാമിലികളുണ്ട്. അനില്, സീന, മറ്റ് ഫാമിലി ഷിബി കോതമംഗലിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ഷിബിയും ബിജുവും കടന്നു വന്നിട്ടുണ്ട്. ഇവരാരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. മറ്റ് അരവിന്ദ് വന്നിട്ടുണ്ട്. വേറെ ആരാണെന്ന് ഞാൻ കാണുന്നില്ല. ഇതിലേ കടന്നു വന്ന എല്ലാവരെയും, മറ്റ് സ്ഥലങ്ങളിൽ കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകമായിട്ടും നന്ദി പറയുന്നു. അവരെടുത്ത സമയത്തിനായിട്ട് നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ പാട്ട് നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. 2-4 വരികളാണ് നമ്മൾ പാടുന്നത്. പാടി നമുക്ക് ആരാധിക്കാം. അതിനുശേഷം ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു ഇവര് ഫുഡ് കരുതിയിട്ടുണ്ട്, ഇല്ലേ? ഫുഡ് കരുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡ് കഴിച്ചതിന് ശേഷം, ഫെലോഷിപ്പ് ആചരിച്ചതിന് ശേഷം, താഴെയെല്ലാം പോയി എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ. ഇവിടെ വർഗീസ് ബദറിന്റെ ഒരു അമ്മച്ചിയുണ്ട്.
പ്രായമായ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയും കാണാം. അമ്മച്ചി ബാക്കിൽ ഇരിപ്പുണ്ട്. അമ്മച്ചിയൊക്കെ ഭയങ്കര ഇപ്പൊ കാണുന്ന പോലൊന്നും അല്ല, ഭയങ്കര നല്ല ചുരുക്കത്തിലുള്ള ഒരു അമ്മച്ചിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഇച്ചിരി ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സഭയുടെ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ എപ്പോഴും മുൻപിൽ നിന്ന് ശക്തമായിട്ട് നിന്ന അമ്മച്ചിമാരായിരുന്നു. അതുപോലെ മറ്റ് എല്ലാവരെയും കൊടനാട് സഭയിലുള്ള എല്ലാ ദാസിദാസന്മാരെയൊക്കെ കണ്ടിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. എല്ലാവർക്കും ഷെയ്ക്കാൻഡ് കൊടുക്കണം. എല്ലാവരെയും നിങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. പുറമേ നിന്ന് അയൽപക്കങ്ങളിൽ നിന്ന് വന്നതായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ടും അതുപോലെ വെൽക്കം നന്ദി പറയുന്നു അവർ വന്നതിനായിട്ട്, അവർ സഹകരിച്ചതിനായിട്ട്. ചേരാനല്ല മറ്റേ പെരുമ്പാവൂർ സൈഡിൽ നിന്ന് വന്നവരുണ്ട്, അവർക്കായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. ഷാജി വഴുതല അത് അവിടുന്ന് കടന്നു വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പാട്ട് പാടി കരങ്ങളെ അടിച്ച് കേട്ടോ.